أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لا حول ولا قوة إلا بالله العلي العظيم റിയാദു സാലിഹീൻ്റെ ക്ലാസ്സിൽ 13-ാമത്തെ അധ്യായമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാബിൽ 8-ാമത്തെ ഹദീസാണ് ഇന്ന് എടുക്കാനുള്ളത്. അസ്സാമിനു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ നിസാ അൽ മുസ്ലിമാത്തി ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറത്തിഹ വലൗ ഫിർസന ഷാത്തിൻ. മുത്തഫഖുൻ അലൈഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഖാല മഹാനവറുകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ നിസാ അൽ മുസ്ലിമാത്തി, ഏ മുസ്ലിം സ്ത്രീകളെ. മുസ്ലിമാത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം വനിതകൾ എന്നുള്ളതാണ്. ലാ തഹ്ഖിറന്ന, നിങ്ങൾ നിസ്സാരമായി കാണരുത്. ജാറത്തുൻ, ഒരു അയൽവാസിയും, ലിജാറത്തിഹ, അവളുടെ അയൽവാസിയെ, വലൗ ഫിർസിന ഷാത്തിൻ, ഒരാടിൻ്റെ കുളമ്പ് ദാനം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും. ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് ആ ഭക്ഷണം അയൽവാസിക്ക് കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്, വളരെ പുണ്യമുള്ള കാര്യമാണ്. ആ വിഷയത്തെ ഒരു ചെറിയ അമലായി, ഒരു ചെറിയ സൽക്കർമ്മമായി കാണരുത്. ആ കൊടുക്കുന്നത് വളരെ ചെറിയ സാധനമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വിലപിടിപ്പില്ലാത്ത സാധനമാണെങ്കിൽ പോലും എന്നാണ്. ഫിർസിന ഷാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിൻ്റെ കുളമ്പ് എന്ന് പറയാം. ഇത് സാധാരണ നല്ല കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അയൽവാസിക്ക് കൊടുക്കൽ സാധാരണയാണ്. എന്നാൽ മാംസം ലഭ്യമാകാത്ത സമയത്ത് കുളമ്പാണ് കിട്ടിയതെങ്കിൽ അത് പാകം ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഈ കറി എങ്ങനെ അയൽവാസിക്ക് കൊടുക്കും എന്ന് ആലോചിക്കേണ്ട. അതാണെങ്കിൽ പോലും ഒരു അയൽവാസി മറ്റൊരു അയൽവാസിക്ക് നൽകണം, അത് നിസ്സാരമായി കാണരുതേ എന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്, അയൽവീട്ടിലേക്ക് കൊടുക്കുന്ന സാധനങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും കൈമാറാൻ കഴിയുമെങ്കിൽ, ഹദിയ കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കണം. അത് സാധനത്തിൻ്റെ വില ചെറുതാണ് എന്ന് വിചാരിച്ച് നിസ്സാരമായി കാണരുത് എന്ന്. അത് ആശയം വരുന്നത് സദക്ക, ദാന, ഹദിയ, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഹദിയ കൊടുക്കുന്നത് ആ വസ്തു എത്ര ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം. ഏറ്റവും ചെറിയ സാധനം, അന്ന് മാംസം കിട്ടാതെ ആകുന്ന സമയത്ത് ആടിൻ്റെ കുളമ്പാണ് കിട്ടിയതെങ്കിൽ അത് കറി വെക്കാറുണ്ടായിരുന്നു. അതാണെങ്കിൽ പോലും വീട്ടിലുണ്ടെങ്കിൽ അയൽ വീട്ടിലേക്ക് കൊടുക്കാൻ മടി കാണിക്കരുത്, നിസ്സാരമായി കാണരുത് എന്ന്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ നിസാ അൽ മുസ്ലിമാത്തി, മുസ്ലിം വനിതകളെ, സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന, നിങ്ങൾ ചെറിയ കാര്യമായി, നിസ്സാരമായി കാണരുത്. ജാറത്തുൻ, ഒരു അയൽവാസി സ്ത്രീയും, ലിജാറത്തിഹ, തൻ്റെ അയൽവാസി സ്ത്രീക്ക് കൊടുക്കുന്ന ഹദിയകൾ, വസ്തുക്കൾ നിസ്സാരമായി കരുതരുത്. വലൗ ഫിർസിന ഷാത്തി, അത് ആടിൻ്റെ കുളമ്പാണെങ്കിൽ പോലും എന്ന്. മുത്തഫഖുൻ അലൈഹി. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഇമാം ബുഖാരി റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖാലൽ ജൗഹരിയു, ഭാഷാ പണ്ഡിതനായിരിക്കുന്ന ജൗഹരി എന്നിവർ പറഞ്ഞു, അൽ ഫിർസിന, ഫിർസിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനൽ ബഈറി കൽ ഹാഫിരി മിനദ് ദാബത്തി, മറ്റു മൃഗങ്ങളുടെ, ദാബത്ത് എന്ന മൃഗം, ഹാഫിർ എന്ന് പറഞ്ഞ കുളമ്പ്, മറ്റു മൃഗങ്ങളുടെ കുളമ്പിൻ്റെ സ്ഥാനത്ത് ഒട്ടകത്തിനുണ്ടാകുന്ന ആ ഭാഗം, കാൽപാദത്തിൻ്റെ ആ ഒരു ഭാഗത്തിനാണ് ഫിർസന എന്ന് പറയാറുള്ളത്. ഒട്ടകത്തിന് കുളമ്പല്ലുള്ളത്, അതിൻ്റെ കാൽഭാഗം പരക്കുന്ന രീതിയിലുള്ള ഒന്നാണ്. മണലിൽ ചവിട്ടിക്കഴിഞ്ഞാൽ പരന്ന് ആ പാദമാകുന്ന ഒരു ഭാഗമാണുള്ളത്. മറ്റു മൃഗങ്ങൾക്കൊക്കെ ഉള്ളത് കുളമ്പാണ്. അതിൻ്റെ സ്ഥാനത്ത് ഒട്ടകത്തിനുണ്ടാകുന്നതിനാണ് ഭാഷയിൽ സാധാരണ അൽ ഫിർസന എന്ന് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ അത് ആടിന് ആണ് ഉപയോഗിച്ചത്. മലയാളത്തിൽ നമുക്ക് കുളമ്പ് എന്ന് പറയാം. റുബ്ബമസ്തുഈറ ഫിഷാത്തി, ആ ആടിൽ ആ ഒരു പദം ഉപയോഗിച്ചത് ആലങ്കാരികമായി ആയേക്കാം എന്ന്. അപ്പോൾ ഏത് ചെറിയ വസ്തുവാണ് വീട്ടിൽ പാകം ചെയ്തത് എന്നുണ്ടെങ്കിലും
അത് തൻ്റെ അയൽ വീട്ടിലേക്ക് ദാനം ചെയ്യുന്നത് ചെറുതായി കാണരുത്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്തുണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിലും ഒരു വിഹിതം തൻ്റെ അയൽ വീട്ടിലെത്തിക്കാൻ ശ്രദ്ധിക്കണം. അത് നന്മയുടെ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഈ ഹദീസ് അറിയിച്ചു തരും. അത്താസ്യോ, ഇനി 9ാമത്തെ ഹദീസ്. അൻഹു, അതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട്, ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഈമാനു ബിളുൻ വസബഊന ഔ ബിളുൻ വസിത്തൂന ശുഅബ. ഈമാന് 70 ചില്ലാനം ശാഖകളാകുന്നു, അല്ലെങ്കിൽ 60 ചില്ലാനം ശാഖകളാകുന്നു. അൽ ഈമാനു, വിശ്വാസം എന്ന് പറയുന്നത്, ബിളുൻ വസബഊന, സബഊന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70. ബിളു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചില്ലാനം എന്ന് ഉപയോഗിക്കുമല്ലോ, കൃത്യമായിട്ട് എണ്ണം പറയാതെ പറയുന്ന സംഖ്യയുടെ അടുത്ത് പരിസരത്ത് നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്, അതിനാണ് ബിളു എന്ന് പറയാറുള്ളത്. സാധാരണഗതിയിൽ അങ്ങനെ ബിളു എന്ന് ഉപയോഗിക്കാറുള്ളത് 3 മുതൽ 9 വരെയുള്ള സംഖ്യയാണ്. അപ്പോൾ 73 മുതൽ 79 വരെ ഉണ്ടെങ്കിൽ ഇവിടെ ബിളും വസബഊന എന്ന് ഉപയോഗിക്കും. 3 മുതൽ 9 വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ 74, 75, 76 എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുള്ളത് 70 ചില്ലാനം ഉണ്ട് എന്ന് പറയും. എന്നതുപോലെ അറബിയിൽ അവിടെ ബിളും വസബഊന, 70 ചില്ലാനം, ഔ അല്ലെങ്കിൽ ബിളുൻ വസിത്തൂന, 60 ചില്ലാനം ശുഅബത്തുൻ, ശാഖകളാകുന്നു. വിശ്വാസത്തിന് ആ വിശ്വാസം ഉള്ള ആളുകളുടെ പല പ്രവൃത്തികളിലൂടെ മനസ്സിലാക്കാനും അറിയാനും സാധിക്കും. ഒരുപാട് നന്മകൾ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരും. അതിൽ അഫ്ളലുഹ, ആ ശാഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാണ്. ഒരു വിശ്വാസി ചെയ്യുന്ന ഈമാനിൻ്റെ ഭാഗമായ നന്മയുടെ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല എന്നുള്ള വാക്കാണ്. ആ വിഷയത്തിൽ ഒരുപാട് ഹദീസുകളുണ്ട്. ഞാനും മറ്റു പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ഉത്തമമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസുണ്ട്. അങ്ങനെ ഒരുപാട് ലാ ഇലാഹ ഇല്ലല്ലയുടെ ഫളലുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈമാൻ എന്നുള്ളത് 70-ലധികം അല്ലെങ്കിൽ 70 ചില്ലാനം ശാഖകളാകുന്നു. അഫ്ളലുഹ, അതിൽ നിന്ന് ഏറ്റവും അഫ്ളലായ ശാഖ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാകുന്നു. വ അദ്നാഹ, അതിലേറ്റവും താഴെ തട്ടിൽ കിടക്കുന്നത്, ചെറുത്, ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകളെ നീക്കലാകുന്നു. അപ്പോൾ ഏറ്റവും അഫ്ളലായിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാണെങ്കിൽ, വ അദ്നാഹ, ഏറ്റവും അതിനയായി താഴെ കിടക്കുന്നത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകളെ നീക്കലാകുന്നു. വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, അൽ ഹയാഉ, ലജ്ജ എന്നുള്ളത്, നാണം എന്നുള്ളത്, ശുഅബത്തു മിനൽ ഈമാൻ, ഈമാനിൻ്റെ ഒരു ശാഖയാകുന്നു. വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ് നാണം അല്ലെങ്കിൽ ലജ്ജ എന്നുള്ളത്. അത് നമ്മളെ പല തെറ്റുകളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നതാണ്. ആ ഹയാ എന്നുള്ളത് ഈമാനിൻ്റെ ശാഖകളിൽപ്പെട്ട ഒരു ശാഖയാകുന്നു എന്ന് പുതിയ സമൂഹത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഹയാ എന്നുള്ളത്. ലജ്ജ ഉണ്ടാകുമ്പോൾ പലതിൽ നിന്നും മാറി നിൽക്കും. അൽ ഈമാനു, ഈമാന്, വിശ്വാസം എന്നുള്ളത് ബിളുൻ വസബഊന, 70 ചില്ലാനം, ഔ അല്ലെങ്കിൽ ബിളുൻ വസിത്തൂന, 60 ചില്ലാനം ശുഅബത്തുൻ, ശാഖകളാകുന്നു. അഫ്ളലുഹ, അതിൽ നിന്ന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള വാക്കാകുന്നു. വ അദ്നാഹ, അതിൽ നിന്ന് ഏറ്റവും താഴെയുള്ളത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി, അദാ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ത്വരീഖ് വഴി. അപ്പോൾ ഇമാത്തത്ത് എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക, ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി, വഴിയിലെ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യലാകുന്നു. വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ എന്നുള്ളത് ഈമാനിൻ്റെ ശാഖകളിൽപ്പെട്ട ഒരു ശാഖയാകുന്നു. മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസും ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽ ബിളു, ഇപ്പോൾ നമ്മളിതിൽ പറഞ്ഞ ചില്ലാനം എന്നുപയോഗിച്ച അറബി പദം അൽ ബിളു എന്നുള്ളത് മിൻ സലാസത്തിൻ ഇലാ തിസ്അത്തിൻ,
3 മുതൽ 9 വരെ ആകുന്ന സമയത്താണ് ഉപയോഗിക്കാറുള്ളത്. ബി കസരിൽ ബായി, വായിക്കേണ്ട ബിൽ എന്ന് ബാഇന് കസറായിട്ടാകുന്നു. വക്കത് തുഫ്തഹു, ചില സമയങ്ങളിൽ ബാഇന് ഫത്തഹും വരാറുണ്ട്. വശോബത്തു, ഷോബത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അൽ ഖിത്അത്തു, അതിൻ്റെ ഒരു ഭാഗം, ഒരു പീസ് അല്ലെങ്കിൽ ഒരു ശാഖ എന്നൊക്കെയാകുന്നു. ഇനി ഇതിൽ 10ാമത്തെ ഹദീസ്. അൻഹു, ഇതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല പറഞ്ഞു, ബൈനമാ റജുലുൻ യംഷി, ഒരാൾ നടന്നു പോയിക്കൊണ്ടിരിക്കെ, ബി ത്വരീഖിൻ, ഒരു വഴിയിലൂടെ, ഇഷ്തദ അലൈഹി ലതുഷു, അദ്ദേഹത്തിന് ദാഹം ശക്തിയായി. ഫവജദ ബിഅറൻ, അങ്ങനെ ആ യാത്രയിൽ അദ്ദേഹം ഒരു കിണർ കണ്ടു. വജദ എത്തിച്ചു, കണ്ടു എന്നൊക്കെ അർത്ഥം. ഫനസല ഫിഹ, അങ്ങനെ ആ കിണറിലിറങ്ങി. ഫശരിബ, ആ കിണറിൽ നിന്ന് വെള്ളം കുടിച്ചു. സുമ ഖറജ, ആ കിണറിൽ നിന്ന് പുറത്തു പോരുകയും ചെയ്തു. ഫൈദ, അന്നേരം കൽബുൻ യൽഹസു യഅ്കുലു സറ മിനൽ അത്ഷി, കൽബുൻ, ഒരു നായ, യൽഹസു, ദാഹിച്ച് നാവ് തൂക്കിയിട്ടിട്ടുണ്ട് എന്നാണ്. ദാഹം ശക്തിയായ കാരണത്താൽ നാവ് തൂക്കിയിട്ടുണ്ട്. യഅ്കുലു സറ, അത് മണ്ണ് തിന്നുന്നുണ്ട്, മിനൽ അത്ഷി, ദാഹം കാരണമായിട്ട്. ഫഖാല റജുലു, അപ്പോൾ ആ മനുഷ്യൻ അവരുടെ ഹൃദയത്തിൽ പറഞ്ഞു, ലഖദ് ബലഗ ഹാദൽ കൽബു, ഈ നായക്ക് എത്തിയിട്ടുണ്ട്, ബലഗാറിന് എത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഹാദൽ കൽബു, ഈ നായക്ക്, മിനൽ അത്ഷി, ദാഹത്തിൽ നിന്ന്, മിസുലുല്ലതി കാനക്കത് ബലഗ മിന്നി, എനിക്ക് എത്തിയതുപോലത്തെ ഒരവസ്ഥ. അപ്പോൾ ആ മനുഷ്യൻ യാത്രയിൽ നന്നായി ദാഹിച്ച് പ്രയാസപ്പെട്ട സമയത്താണ് തിരഞ്ഞ് അന്വേഷിച്ച് ഒരു കിണർ കണ്ടെത്തിയത്. അപ്പോൾ അതിലിറങ്ങി വെള്ളം കുടിച്ചു. എനിക്കെത്തിയതുപോലെ ശക്തമായ ദാഹം ഈ നായക്കും എത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. ഫനസൽ ബിറ, അങ്ങനെ അദ്ദേഹം കിണറിലിറങ്ങി. ഫമല ഹുഫഹു, തൻ്റെ ഹുഫയിൽ വെള്ളം നിറച്ചു എന്നർത്ഥം. സുമ അംസക്കഹു ബിഫീഹി, പിന്നെ അത് പിടിച്ചു. അംസക്കാരനെ പിടിക്കുക എന്നാണ്. കിണറിൽ ഇന്നത്തെ പോലെ നമ്മളുടെ കിണറുകളെന്ന് പറയുമ്പോൾ പലപ്പോഴും വെള്ളം കോരാനുള്ള ബക്കറ്റും കയറൊക്കെ അതിലുണ്ടാവും. അതേസമയം അന്നിങ്ങനെ യാത്രക്കാർക്ക് ഇറങ്ങുന്ന ഒഴിഞ്ഞ ഏരിയയിലുള്ള കിണറിൻ്റെ സംവിധാനം അതിൽ പിടിച്ച് ഇറങ്ങാനും കയറാനുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുക എന്നായേക്കാം. അദ്ദേഹം എന്ത് ചെയ്ത് 2 വട്ടം പറയുമ്പോഴൊക്കെ ആ കിണറിൽ ഇറങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ തിരിച്ച് വെള്ളം കുടിച്ച് കയറിപ്പോകുന്ന കഥ പറയുമ്പോൾ ഇവിടെ വെള്ളം കുടിച്ച് കയറിപ്പോന്നാൽ പോരാ, ഈ നായക്ക് കൊണ്ടുവന്ന് കൊടുക്കുക വേണ്ടത്. അതിന് പാത്രങ്ങളില്ലാത്തത് കൊണ്ടാവാം തൻ്റെ ഷൂ ഊരി, ഹുഫ എന്ന് ഉപയോഗിച്ചത്, അത് ഊരിയിട്ട് എന്ത് ചെയ്യുക, വെള്ളം നിറച്ചു. തിരിച്ച് പിടിച്ച് കയറി പോരുമ്പോൾ കൈകൊണ്ട് ഈ ഷൂ പിടിക്കാൻ കഴിയൂല, ഹുഫ പിടിക്കാൻ കഴിയൂല. അപ്പോൾ അദ്ദേഹം അംസക്കഹു, ആ ഷൂവിനെ പിടിച്ചു, ബിഫീഹി, വായ കൊണ്ട്, അതായത് പല്ലുകൊണ്ട് കടിച്ച് പിടിച്ച് വെള്ളം നിറച്ച ആ ഹുഫ തൻ്റെ വായിലെ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു എന്ന്. ഹത്ത റഖിയ, അങ്ങനെ കിണറിൻ്റെ വെളിയിലേക്ക് കയറി, പുറത്തേക്ക് കയറി. ഫസഖൽ കൽബ, ആ നായക്ക് വെള്ളം കുടിപ്പിച്ചു. ഫശകറല്ലാഹു ലഹു ഫഗഫറ ലഹു, ഫശകറല്ലാഹു, അള്ളാഹു നന്ദി കാണിച്ചു, ലഹു, ഇവന്, അതായത് ഫഗഫറ ലഹു, അവന് പുറത്തു കൊടുത്തു. ഈ ഒരു സൽപ്രവൃത്തി ചെയ്തതിനുള്ള നന്ദിയായിട്ട് അള്ളാഹു ഇവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്തു. അതാണ് ഈ ജീവിയെ സഹായിച്ചതുകൊണ്ട് അള്ളാഹു തിരിച്ചു കൊടുത്ത നന്ദി. ഖാലു, ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ, അപ്പോൾ ഒരാൾ യാത്ര പോകുന്നു, യാത്രയിൽ നന്നായി ദാഹിക്കുന്നു. അങ്ങനെ ഒരു കിണർ കണ്ട് അതിലിറങ്ങി വെള്ളം കുടിച്ച് കയറിയപ്പോഴാണ് ഒരു നായ നന്നായി വിശന്ന് നനഞ്ഞു കിടക്കുന്ന മണ്ണ് തിന്ന് തൻ്റെ ദാഹം അകറ്റുന്നതായി കാണുന്നത്. അപ്പോൾ അദ്ദേഹം കിണറിലിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് അത് കൊണ്ടുവന്ന് നായക്ക് വെള്ളം നൽകി. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, അള്ളാഹു ഈ ഒരു സൽപ്രവൃത്തി കാരണമായിട്ട് ഫഗഫറ ലഹു, അദ്ദേഹത്തിന് എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാലു, അപ്പോൾ ഇത് കേട്ട സഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്ന ലന ഫിൽ ബഹായിമി അജ്റൻ,
ഇന്നലന തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ടോ ഫിൽ ബഹാഇമി മൃഗങ്ങൾക്ക് നൽകിക്കഴിഞ്ഞാൽ അജ്റൻ പ്രതിഫലമുണ്ടോ എന്ന്. ഫഖാല അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്, ഫി കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്റുൻ. ഫി കുല്ലി കബിദിൻ എല്ലാ കരൾ ഉള്ള ജീവികൾക്കും എന്നാണ് ജീവൻ തുടിക്കുന്ന ജീവികൾക്കും എന്നർത്ഥം. കബിദ് കരൾ എന്നാണ് വാക്കിനർത്ഥം. ജീവൻ തുടിക്കുന്ന എല്ലാ ജീവികൾക്കും എന്നുള്ള പ്രയോഗം നടത്തിയതാണ്. ഫി കുല്ലി കബിദിൻ റത്ബത്തിൻ, റത്ബത്ത് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, ജീവനുള്ള കരളുള്ള എല്ലാ ജീവജാലങ്ങൾക്ക് കൊടുത്താലും അജ്റുൻ പ്രതിഫലമുണ്ട് എന്ന് പറയുകയാണ്. മുത്തഫഖുൻ അലൈഹി, ഇതും ഇമാം ബുഖാരി റഹ്മഹുല്ലയും ഇമാം മുസ്ലിം റഹ്മഹുല്ലയും റിപ്പോർട്ട് ചെയ്ത ഹദീസാകുന്നു. വഫി റിവായത്തിൻ ലിൽ ബുഖാരി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്. എങ്ങനെ? ഫശഖറല്ലാഹു ലഹു, അള്ളാഹു ഇവന് ഇതിന് നന്ദി തിരിച്ചു കൊടുത്തു. ഫഗഫറ ലഹു ഫഅദ്ഖലഹുൽ ജന്ന, അതായത് ഈ നായക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് ശക്കറല്ലാഹു, അള്ളാഹു ശുക്ർ ചെയ്തു കൊടുത്തു. അള്ളാഹുവിൻ്റെ ശുക്ർ അതെങ്ങനെയാണ്? ഫഗഫറ ലഹു, അതിൻ്റെ ഭാഗമായിട്ട് അവന് പുറത്തു കൊടുത്തു. ഫഅദ്ഖലഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇനി ഈ സംഭവം തന്നെ പിന്നെ വേറൊരു രീതിയിലും റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ട്. വേറെ രീതിയിൽ നല്ല വേറൊരു സംഭവമായിട്ടും റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ട്. അത് പറയാൻ വഫി റിവായത്തിൽ ലഹുമ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ബൈനമ കൽബുൻ യുതീഫു, നായ വലയം ചെയ്ത് നടക്കുന്നതിനിടയിൽ ബിറക്കിയത്തിൻ, ഒരു കിണറിന് ചുറ്റും, കത് കാദ യഖ്തുലുഹുൽ അത്ഷു, ദാഹം കൊല്ലാനടുത്തിരിക്കുന്നു പറഞ്ഞാൽ ശക്തമായ ദാഹം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം കിണറിൻ്റെ താഴെയാണ് കിടക്കുന്നത്, നായക്ക് കിട്ടാനൊരു മാർഗവുമില്ല. എന്നാൽ അത് ശക്തമായി ദാഹിച്ച് കിണറിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റക്കിയത്ത് പറഞ്ഞാൽ കിണർ. അപ്പോൾ കിണറിന് ചുറ്റും ദാഹം, ശക്തമായ ദാഹം കൊണ്ട് ഇങ്ങനെ വലയം ചെയ്യുന്ന ഒരു നായയെ ഇത് അന്നേരം റഅതുഹു ബഗിയുൻ, ഒരു വ്യഭിചാരി സ്ത്രീ കണ്ടു. മിൻ ബഗായ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകാരിലെ വ്യഭിചാരികളിൽപ്പെട്ട ഒരു വ്യഭിചാരി സ്ത്രീ കണ്ടു എന്നാണ്. ബഗയ്യ്, ബഗായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരി എന്നർത്ഥം. ഫനസഅത്, അവൾ ഊരിയെടുത്തു, മൂക്കഹ, അവളുടെ ഹുഫയെ, കാലിൽ ധരിക്കുന്ന ഷൂവിനെ. ഫസ്തഖത്, എന്നിട്ട് അതിൽ വെള്ളം കോരിയെടുത്തു. ലഹു, ആ നായക്ക് വേണ്ടി. ബിഹി ഫസഖതുഹു, എന്നിട്ട് ആ നായയെ വെള്ളം കുടിപ്പിച്ചു. ഫഗുഫിറ ലഹാ ബിഹി, ഈ ഒരു സൽപ്രവൃത്തി കാരണമായിട്ട് അവർക്ക് അല്ലാഹു പാപങ്ങൾ പൊറുത്തു നൽകി എന്ന്. ഫഗുഫിറ, പാപങ്ങൾ പൊറുക്കപ്പെട്ടു, ലഹ, ഈ സ്ത്രീക്ക്, ബിഹി, ഈ ഒരു സൽക്കർമ്മം കാരണമായിട്ട്. അപ്പോൾ സൽക്കർമ്മത്തിൻ്റെ കാര്യങ്ങൾ പറയാണ്. സൽക്കർമ്മം എന്നുള്ളത് അത് ഒരു വിശാലമായി കിടക്കുന്നതാണ്. ഇവിടെ ഒരു നായ ദാഹിച്ച് വലഞ്ഞ സമയത്ത് അതിന് വെള്ളം കൊടുത്തു എന്നുള്ള കാരണത്താൽ അവൾക്ക് അള്ളാഹു പൊറുത്തു കൊടുത്തു എന്ന് പറയുകയാണ്. അൽ മൂക്കു, യുടെ അർത്ഥം പറയാണ്. അൽ മൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഹുഫു, കാലിൽ ധരിക്കുന്ന ഷൂ ആണ്. വയുത്തീഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിക്കറങ്ങുന്ന, യദൂറു, ചുറ്റുന്നുണ്ട്, ഹൗല റക്കിയത്തിൻ, കിണറിൻ്റെ ചുറ്റും എന്നർത്ഥം. വഹിയ, റക്കിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ബിഉ, കിണർ എന്നാണ്. അപ്പോൾ ഇവിടെ നന്മയുടെ വഴികൾ പറയുമ്പോൾ ജീവജാലങ്ങൾക്ക്, വന്യമൃഗങ്ങൾക്ക്, മൃഗങ്ങൾക്ക് ഒക്കെ കൊടുത്താലുള്ള കൂലിയാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത്. ഇതെല്ലാം അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ സൃഷ്ടികളാകുന്നു. ഇവർക്കൊക്കെ ഭക്ഷണം നൽകിയാൽ, വെള്ളം നൽകിയാൽ, അവരോട് നന്മ കാണിച്ചാലൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതാണ്. അള്ളാഹു അത് നന്മയായി സ്വീകരിച്ചുകൊണ്ട്, ഹൈറായ അമലായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് എന്നാണ് ഈ രണ്ട് ഹദീസും ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്.